തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് നമ്മുടെ കോമ്രേഡ്സിന് പല കാര്യങ്ങളിലും ഒരു ബോധോദയം ഉണ്ടായത്. പെൻഷൻ കൊടുക്കാത്തത് മുതൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത് വരെ തിരിച്ചടിയായി. എന്തിനേറെ പറയുന്നു, ഞാനാണ് രായാവ് എന്നുള്ള ചിന്ത ആദ്യം മാറ്റി വയ്ക്കാനാണ് പാർട്ടിക്കകത്തുള്ളവർ എന്നെ പറയണത്. എല്ലാ തിരിച്ചറിവും നല്ലതിനായ മതിയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ കോമ്രേഡ്സ് എല്ലാം ആകെ അസ്വസ്ഥരാണ്. എല്ലാവരും വിചാരിച്ചത് സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ടാണ് പാർട്ടിക്ക് മിസ്സായെന്നാണ്. അല്ല, കഴിഞ്ഞ ദിവസം നഗ്നസത്യം CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തി ഭൂരിഭാഗം പാർട്ടി വോട്ടുകളും ചോർന്നിരിക്കുന്നു. എടം മഹാഭാവികളെ, നിങ്ങളും പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലേന്നാണ് CPM സെക്രട്ടേറിയറ്റ് ചർച്ചയിൽ നമ്മുടെ മൊയിലാളിമാർ ചോദിച്ചത്. ഇനിയിപ്പോൾ വൻതോതിൽ പാർട്ടി വോട്ട് ചോർന്ന സ്ഥലങ്ങളിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നറിയാൻ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കാൻ പോവാണ് നമ്മുടെ കോമ്രേഡ്സ്. ഓരോരോ അവസ്ഥയും കടൽ കാറ്റിൻ നെഞ്ചിൽ. പത്തനംതിട്ടയിലെ മാത്രം പരാജയത്തിനെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കാനാണ് CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. സന്തോഷമായില്ലേ ഐസക് സാറേ? നിങ്ങളവിടെ എല്ലാം അന്വേഷിക്കാന്ന് പറഞ്ഞ അവിടെ ഇരുന്നോട്ടാ. ഐസക് സാറിന് എന്തൊക്കെയോ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണോ? അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. ഇതെന്തൊക്കെയാണ് ഐസക് സാർ പറയണത്? പാർട്ടിക്കാരുടെ മോശം പെരുമാറ്റം, അഴിമതി ആരോപണങ്ങൾ, ജനങ്ങൾക്ക് ഓക്കെ ആയി തോന്നാത്ത സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ഇതെന്തൊക്കെ പറയണത്? പ്രതിപക്ഷത്തുള്ളവരാണ് പറയുന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് വെക്കുക. ഇതിപ്പോ എന്താണ്? പാർട്ടിക്കകത്തുള്ളവരേനല്ലേ പാർട്ടിനെ വിമർശിക്കുന്നത്, അതും പാർട്ടിക്കകത്തെ സമുന്നതനായ നേതാക്കൾ. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. ജനങ്ങൾ വർത്തമാനം പറയേണ്ടി വരും. അല്ലാതെ പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല. അതെ, പാർട്ടിക്കകത്ത് വട്ടം കൂടിയിരുന്ന് ചർച്ചിച്ചത് മതി. ഇനിയെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാനാണ് ഐസക് സാർ പറയുന്നത്. CPIMലെ മുതിർന്ന നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് മുതൽ പോരാളി ഷാജി വരെ ഒരേ സ്വരത്തിൽ പറയുന്നു, ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നാൽ പാർട്ടിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ശേഷിക്കുന്ന ആ കനലൊരു തരി പോലും ബാക്കി ഉണ്ടാവില്ല. കയ്യിലാണെങ്കിൽ കാശില്ല, പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്ത് ഇരുട്ട്? പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നേതാവേ, എല്ലാവരും മുഖ്യമന്ത്രിനെയല്ല കുറ്റം പറയണത്. മുഖ്യമന്ത്രി മാത്രമല്ല, എല്ലാ മന്ത്രിമാർക്കും ധാർഷ്ട്യം ഉണ്ടെന്നാണ് CPI നേതാവ് KE ഇസ്മായിൽ പറയണത്. ജനങ്ങളോട് ധാർഷ്ട്യം കാണിക്കുന്ന കാര്യത്തിൽ മന്ത്രിമാർക്കൊക്കെ എന്തൊരു ഒത്തൊരുമയാണ്. പൊതുപ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ തല അവരെ താഴണം. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ് എന്നൊരു ധാരണയിൽ ജനങ്ങളോട് പെരുമാറാൻ സാധിക്കണം. നേതാക്കളൊക്കെ ജനങ്ങളോട് എളിമ കാണിക്കണം. അവരുടെ കൂടെ സാധാരണക്കാരനെ പോലെ നിന്നാ തീരാവുന്ന പ്രശ്നം ഇപ്പോഴുള്ളൂ. എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ലേ അത്? ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്? ഞാൻ സംസാരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ്. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മ ഇതിൽ കമന്റ് കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. എന്താ സാർ, എളിമ കൂടിപ്പോയോ? പിണറായിയുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ വാക്കുകളും പിണറായിയുടെ സ്റ്റൈലാണ്. ഇപ്പോൾ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പിണറായി സ്റ്റൈലാണ്. അപ്പൊ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം, അതൊന്നും പിണറായി സാറിന്റെ ധാർഷ്ട്യല്ലെന്നേ, അതൊക്കെ സാറിന്റെ ഒരു സ്റ്റൈലല്ലേ. അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ലേ അത്? ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്? അമ്മ ഇതിൽ കമന്റ് കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. 10 മണിക്കാണ് പരിപാടി തീരുമാനിച്ചത്. G സുധാകരൻ കൃത്യസമയത്ത് തന്നെ വന്നു. പക്ഷെ 10:15 പരിപാടി തുടങ്ങിയില്ല. എന്ന് മാത്രമല്ല, പരിപാടിയിൽ പങ്കെടുക്കേണ്ട മന്ത്രി സജി ചെറിയാനോ CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയോ ആരും വന്നില്ല. അത് ശരി, അത്രയ്ക്കായോ? G സുധാകരനെ ഇരുത്തി അപമാനിക്കാൻ നോക്കണോ? അല്ലെങ്കിലോ ഇപ്പോഴത്തെ പാർട്ടിക്കാരുടെയും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും പോക്ക് ഞങ്ങളുടെ സുധാകരേട്ടനെ അത്രയ്ക്ക് പിടിക്കണില്ല കേട്ടാ. അതിൻ്റെ ഇടയിലാണ് സുധാകരേട്ടനെ ഇങ്ങനെ പോസ്റ്റാക്കിയത്. കലിപ്പായി G സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കാണ്ട് ഇറങ്ങിപ്പോയി.
ഒരിടത്ത് പാർട്ടി വോട്ട് ചോർന്നതിന്റെ ചർച്ച, മറ്റൊരിടത്ത് ഇറങ്ങിപ്പോക്ക്, വേറൊരിടത്ത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത്. ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ സംവിധാനമാണ്. ചെങ്കതിര് ഒരാളുടെയാണ്, പൊൻകതിര് വേറൊരാളുടെയാണ്. ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇരുധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത്, അല്ലേ? 2 രീതിയിലാണ് സംസാരിച്ചത്. 2 രീതിയിലാണ് അവർ ഇലക്ഷനെ കണ്ടത്. എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതെന്നാണ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പൊ ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. അതന്നെ, LDF എന്താണ് നേതാക്കൾ തമ്മിൽ പരസ്പരം വിമർശനം ഉന്നയിക്കാണ്. നാണില്ലല്ലോ നിങ്ങൾക്ക്? അല്ല സതീശേട്ടാ, നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിലെ കയ്യാങ്കളിയൊക്കെ എന്തായി? അല്ല, LDF നാവ് കൊണ്ടാണ് പോരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ അങ്ങനെയല്ലല്ലോ, മൊത്തം ഡിഷും ആണല്ലോ. തൃശ്ശൂർ DCC ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പൊരിഞ്ഞ പോരാട്ടല്ലായിരുന്നോ? എല്ലാരും വിളിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ തോറ്റ ക്ഷീണം മാറ്റാൻ പാർട്ടി കുറച്ച് തിരുത്തൽ വരുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ തോറ്റപ്പോഴുള്ള പോലത്തെ തിരുത്തലും പഠനവും ഒന്നും അല്ല കേട്ടോ. ഇത്തവണ എല്ലായിടത്തുനിന്നും 8ന്റെ പണി കിട്ടിയോണ്ട് വിശദമായി തന്നെ തിരുത്തൽ വരുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. പഠിച്ച് എന്താവുന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.